Hi all, welcome back to our channel HCZ Dutch World. Baby, you welcome back for a baby. Oh, welcome back to our channel HCZ Dutch World. അപ്പോൾ ബാക്കി മൂന്ന് പേര് നിന്നിട്ട് പെരുന്നാളുടെ ഫോട്ടോസിൽ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഷിനാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. ഒരു ഈദ് മുബാറക് പറഞ്ഞ ഈദ് മുബാറക് എന്ന് പറഞ്ഞ ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. ഓക്കെ, അപ്പം നമ്മളിന്ന് പെരുന്നാസ്കാര കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. എല്ലാവരും റെഡിയായി. വൈകുന്നേരം ആയ സമയത്ത് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നമ്മളുടെ മെയിനായിട്ടുള്ള ഇന്നത്തെ പ്രോഗ്രാം പെരുന്നാൾ ഫോട്ടോ എടുക്കുക, അത് കഴിഞ്ഞതിന് ശേഷം കത്താറയിൽ പോവുക, എന്നിട്ട് അവിടെ വെടിക്കെട്ട് കാണുക, അതൊക്കെയാണ് പരിപാടി. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിവിടെ വന്ന് കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, അപ്പോൾ ദേ വരുന്നു, ദേ നമ്മളെ നൗറി അമ്മു ദേ വരുന്ന കണ്ടില്ലേ, അവരതേ നടന്നു വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് അതേ സ്ഥലത്ത് തന്നെ വന്നിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഓക്കെ, എല്ലാവരും ഒരു ഈദ് മുബാറക് പറഞ്ഞേ. യെസ്. ഓക്കെ, ഇപ്പോൾ ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മളെ കൂടെ ഇപ്പോൾ അമ്മും നൗറി എത്തി. അവർ കുറച്ച് അപ്പുറത്ത് ആ പള്ളിയുടെ ആ ഭാഗത്തായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ചാലുൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ. ചാലുൻ്റെ ഗ്ലാസ് ഇട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ അവരെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോ ബേബി അതേ വരുന്ന അവിടുന്ന്. ഓക്കെ, പെരുന്നാളായിട്ട് എന്താ വിശേഷം ചാലു? അസുഖോ? നിനക്കോ? ഞാൻ പറഞ്ഞാലാ ചിരിക്കാ? കോമഡി അല്ല. അവരിത് ഓടിക്കളിക്കുന്നു, അവിടെ ഓടിക്കളിക്കുന്നു. നമ്മളുടെ ഒരു സ്പോട്ടാണ്, ഫോട്ടോ എടുക്കുന്ന സ്പോട്ടായിരുന്നു അത്. അവിടെ നിന്ന് ഞാൻ അടുത്തത് ഈ ഭാഗത്ത് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ്. എന്തോ വെള്ളം അടിക്കുന്നുണ്ട് അവിടെ. നമ്മളുടെ ഫോട്ടോയുടെ പരിപാടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം എല്ലാവരും റീൽസും ഷോർട്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. Baby, look at this side. Baby, look at this side. Chalu chamukalle. Princess. Get up. ഒരു ഫോട്ടോ എടുക്കാനുള്ള പാട് കണ്ടില്ലേ? അതിന് എളുപ്പത്തിലൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റാന്നില്ല, മനസ്സിലായില്ല. അവള് മര്യാദക്ക് ഇരിക്കില്ല. അപ്പോൾ അതിൻ്റെ പുറകിൽ ഓരോന്ന് പറഞ്ഞ് സെറ്റാക്കി ഇരുത്തേണ്ടി വരും. എവിടെ എളുപ്പത്തിൽ നടക്കില്ല. അപ്പോൾ നമ്മളുടെ ഫോട്ടോസ് എടുക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോവാ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പോണ വഴിക്ക് ഏതെങ്കിലും കടയിൽ കയറി ചായ കുടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫോട്ടോ സെക്ഷൻസ് എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും പെരുന്നാളാശംസകളുടെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തു. അതിപ്പോൾ കുറച്ച് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതും അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിനി തിരിച്ചു പോവാം. ഓക്കെ, ഇവിടുത്തെ ഫോട്ടോ സെക്ഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞു. എല്ലാവരും നടന്നു വരാനില്ലേ? അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ കയറിയതാണ്. നമ്മൾ സെഞ്ചുറിയിലാണ് ചായ കുടിക്കാൻ കയറിയത്. അപ്പോൾ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. സാനി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, സാനി എന്തുകൊണ്ടാ ചായ കുടിക്കുന്ന വെച്ചാൽ അവനൊരു ഷവർമ ഒക്കെ വാങ്ങിച്ചു. ഷവർമയാണോ വാങ്ങിച്ചത്? ഓക്കെ, അവനെ ഇറങ്ങിപ്പോയിട്ട് എല്ലാവർക്കും ചായ ഒക്കെ ഓർഡർ ചെയ്തു. ബേബിക്ക് ഹോർലിക്സ് ഒക്കെ ഹോർലിക്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പോക്കറ്റ് ഷവർമ ഒക്കെ വാങ്ങിച്ചവന്. പക്ഷെ പൈസ കൊടുത്തത് ഞാനാണ്.
ഓക്കെ, ഓടി നടന്നത് അവനാണ്. ചാലു കൂടെ ഓ പിന്നെ അപ്പൊ നമുക്ക് ഇവിടുത്തെ ചായ കൂടി കഴിഞ്ഞാല് ഇവിടുന്ന് നേരെ ഖത്താറയിലേക്ക് പോവാന്നുള്ള പരിപാടിയാണ്. അപ്പോ ബേബിയും ഹാനിയും അമ്മുവിന്റെ കൂടെ വണ്ടിയിലാണ്. അപ്പൊ അവര് ചായ കുടിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവര് ചായ കുടിച്ച് കഴിഞ്ഞാല് നമുക്ക് നേരെ ഇവിടുന്ന് ഇറങ്ങാം. ഓക്കെ, അവര് മാത്രല്ലല്ലോ, ഹാനിയും ചായ കുടിച്ച് കഴിഞ്ഞിട്ടില്ല. ഷിമി ഭയങ്കര ബിസിയാണ്. ഷിമി എടുത്ത ഫോട്ടോസിൽ ഒരെണ്ണം ഇപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, താഴത്തെ അണ്ടർഗ്രൗണ്ട് വന്നതാ, ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. നമ്മളവിടെ പാർക്കിംഗ് ഇല്ലാണ്ട് വെറുതെ റൗണ്ട് അടിച്ച് കളിക്കായിരുന്നു. ഇവിടെ താഴത്ത് വന്നപ്പോഴാണ് കാണുന്നത് എന്തോരം അയ്യോ, നീ ടയർഡായി ബേബി, ടയർഡായി. അപ്പോൾ 2 വട്ടം ഇങ്ങനെ കേറി പോയി നമ്മുടെ പെട്ടി. നമ്മളിപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല ക്ലൈമറ്റ്, നല്ല രസമുണ്ട് കാണാൻ. അല്ല, അപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ. എന്ത് ഭംഗിയാ. എല്ലാവരും പറഞ്ഞു അടുത്തിറക്കേണ്ടി വീട്. എല്ലാവരും വീഡിയോ ഫോട്ടോസ് കൊടുക്കാണ്. ഓ ഫയർക്ക് ആ സൈഡ്. അപ്പൊ നമ്മൾ ആ സൈഡിലൂടെ നടക്കണം. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് നടക്കാം. ഓ വേണ്ട, വീട്ടിൽ നമുക്ക് ഇങ്ങനെ പോണം. ഇങ്ങനെ പോയിട്ട് വാ, ഈ കൈ എന്താ, ഈ കയ്യിൽ കൂടി നമുക്ക് ഇങ്ങനെ നടന്നു പോവാ. ഇവിടെ അവിടെ ഒക്കെ കഴിയല. ആരാണ് അവ പിടിച്ചിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നടന്നില്ലെങ്കിൽ എല്ലാവരും മിസ്സാവും. കാരണം ഇവിടെ പോപ്പുലേഷൻ കൂടുതലാ. ഖത്തറിലത്തെ ഒരു 50% ഇവിടെ എത്തിയിട്ടുണ്ടാവല്ലോ വാപ്പ. അല്ല വാപ്പ, ഖത്തറിലത്തെ ഒരു 50% നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അതില് നമ്മളെ പോയിന്റില് നമ്മളാണ് ഇവിടെ. വാപ്പാടെ ഫോണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ നടക്കാൻ മടിയായിട്ടേ വാപ്പാടത്ത് ഉള്ളിൽ കയറിയിരുന്നു. അതെ, എത്ര വരെ ഹീറയുടെ 4 വയസ്സായി. ഇനി കുറച്ച് വർഷങ്ങളും കൂടി ഇങ്ങനെ പോവാൻ പറ്റുള്ളൂ. അപ്പൊ ഹീറ ഇപ്പൊ തന്നെ മോഡലാക്കാണ്. അവിടെയൊക്കെ കൊറേ ലൈറ്റ്സ് എല്ലാം ഉണ്ട്, കൊറേ ലൈറ്റ് ബീമുകള്. എന്റെ കാൽക്കുലേഷൻ നോക്കിട്ട് അവിടേക്ക് ഫയർ വർക്ക്സ് ഉണ്ടാവാ. ഓ, അമ്മൂന്ന് ഓർമ്മ ഇപ്പഴും വന്നിട്ടില്ല. നമ്മൾ പെട്ടെന്ന് ഫ്ലൈറ്റ് ഓടുന്നുണ്ട്. വാപ്പ വർക്കണ കമ്പനിയിലാ. ഞാൻ ലാസ്റ്റ് പോയിട്ടില്ല, ഡിസംബറില് നവംബറിലാണ് ഞാൻ ലാസ്റ്റ് പോയിട്ടുള്ളത്. ആ, തായ്ലാൻഡിൽ പോയത്. അതും ബിസിനസ് ക്ലാസ്സില്. ഇനി നമുക്ക് ഇപ്രാവശ്യം പോവും നാട്ടിലേക്ക്. ആ, കഴിഞ്ഞ പറഞ്ഞാലേ ഇവരെ ഗിഫ്റ്റ് വാങ്ങാൻ പോയി കഴിഞ്ഞ വർഷം. എന്നിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം തോക്കല്ലേ, എന്നിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങക്ക് തോക്കെത്തി. ഹാനിക്ക് മിലിറ്ററി സെറ്റൊക്കെ എത്തി. ഒരു ടോക്കാണ് പൊട്ടിച്ച്, ഒരു ടോക്കാകുമ്പോ ഹാഡി കൊടുത്തല്ലേ. ഒരു ടോക്കിനാ പറഞ്ഞത്. ചാലക്കൊരു ഗിഫ്റ്റ്, എനിക്കൊരു ഗിഫ്റ്റ്, ഹാനിക്കൊരു ഗിഫ്റ്റ്. ഈ ചാലത് തുറന്ന് ഹാനിയെ തുറന്ന് ഞാനത് വേണ്ടിയത്. ഓ നോക്കിയ ഇവിടെ ആർച്ചറി. അതെ, ഒരു വ്യൂ തന്നെ. ഒരു സ്റ്റേഡിയത്തിൽ കയറുന്ന പോലെ ഫീലിംഗ് ഉണ്ടാവും. ഈ ഗേറ്റിൻ്റെ ഒരു കയറിയ ഇനി ഇവിടെ നമ്മളെങ്ങനെ പോവാ? നമ്മൾ റൈറ്റ് ആക്കി ലെഫ്റ്റ് എടുത്ത് പോയാൽ മതി. നമ്മളിഷ്ടല്ലേ ഖത്തർ ഫുഡ്, നമ്മളിഷ്ടത്തിനാണ് ഇങ്ങനെ. അല്ല പാപ്പ, ഞാൻ റൈറ്റ്, നീക്കോ ഇവിടെ. അപ്പൊ നോക്കിയപ്പോ ഗിഫ്റ്റ് ഇപ്പൊ കൊടുക്കുന്നില്ല, ഗിഫ്റ്റ് കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഇവിടുത്തെ തിരക്ക് നോക്കിയാ.
ഞങ്ങൾക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ കാരണം ഇവിടെ വന്നതാണ്. ഇത് ഫയർ വർക്കാണെങ്കിൽ തുടങ്ങാൻ പോകുന്നില്ല. നമുക്ക് ഫയർ വർക്ക് ഉണ്ടല്ലോ ബേബി. ഓക്കെ, യു വാണ്ട് ടു ഷൂ? ഓ, വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞു. വാഷ്റൂമിൽ പോകണം. ശരിക്കും ഈ ഫയർ വർക്ക് നടക്കുന്നത് ഒരു അറബിക് മ്യൂസിക്കൊക്കെ വെച്ചിട്ടാണ്. ശരിക്കും നമ്മൾ കാണുന്ന സമയത്ത് ആ മ്യൂസിക്കിൻ്റെ കൂടെ ആ ഫയർ വർക്കാണ് ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ നമ്മൾ ആ മ്യൂസിക്കെല്ലാം മ്യൂട്ട് ചെയ്തിട്ട് നമ്മളുടേതായ മ്യൂസിക്കാണ് ഇട്ടത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ക്ലെയിം വരും. ആ ഒരു കാരണം കൊണ്ടാണ് അത് ചെയ്തത്. ശരിക്കും ആ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് കാണുന്ന സമയത്ത് അവിടെ നിന്നിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ് അതിന്. അതെ, നമ്മൾ നൗഫലിനെ കാണാമെന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ നൗഫലിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കുറേ നേരം ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റൂട്ടൊക്കെ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതാ നിൽക്കുന്നു നൗഫലിൻ്റെ ഇല്ലേ, ഇതാ നിൽക്കുന്നു. ഈദ് മുബാറക്. على بابا على بابا. ഭംഗി നോക്കിയേ, മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഓ ചിരിച്ച് മുല്ലപ്പൂ കണ്ട, മുല്ലപ്പൂ നോക്കിയേ. ഓ, എന്തും മണന്ന് മണപ്പിച്ച് നോക്കിയേ ബേബി. മുല്ലപ്പൂ കണ്ട, മണപ്പിച്ച് നോക്കിയേ. ഓ, മുല്ലപ്പൂ ലുലു കണ്ട. ഓ, ആ കണ്ട, സൂപ്പർ മണമാണ്. ഒന്ന് മണപ്പിച്ച് നോക്കിയേ ബേബി, ഒന്ന് മണപ്പിച്ച് നോക്കിയേ. ഒന്ന് മണത്ത് നോക്കിയത്. സ്മെല് ചെയ്തേ. ആ, എങ്ങനെയുണ്ട്? ഓ, ജ്യൂസ് കുടിക്കും. നീ എന്താ ചെയ്യണേ? കറക്കോ ബേബിമാരൊക്കെ കണ്ടേനാലൊരു അവള് പോയി കൊഞ്ചിക്കും. എങ്ങോട്ട് ഓടി? പോയി. ഓ, അയ്യോ, മെല്ലെ. മെല്ലെ കളിക്കേ. അവൾക്ക് കളിക്കാൻ അറിയില്ല, അതാണത്. അവൾക്ക് കളിക്കാൻ അറിയില്ല.
ഹാനിയാ ഹാനി ഹാനി നിന്നെ വിളിക്കണ് ഹാനിതേ ആനിനെയും കൂട്ടി കളിക്കാൻ ആനിനെയും കൂട്ടി ആനിനെയും കൂട്ടി കളിക്കാൻ കൊള്ളാലോ ചാലു അല്ലേ എന്തുകൊണ്ടുണ്ടാക്കിയുള്ളത് ഓ പഴയ പാത്രം ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയില്ല അല്ലേ കൊള്ളാം ഓ അതും അതേപോലെ അല്ലേ പാത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയുള്ളത് കൊള്ളാം ഓ ശരിയാ ഇത് വെച്ചിട്ടാണല്ലേ ആള് മാറി നിന്റെ ഓറാച്ചിട്ടൊന്നല്ല കുട്ടിക്ക് ആളറിയാൻ ചീസ് സമൂസയിലുള്ള ചീസ് ചീസ് സമൂസയിലുള്ള ബൈ അവിടെ അത് കുറച്ച് പൊക്കം കൂടുതലാണ് ശരി ഓക്കെ സലാം വരുന്നുണ്ടോ വാ 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 വൈറ്റ് ടീമില് ജോയിൻ ആയി അതിനിപ്പോ തോട്ട് അല്ല ഞാൻ ചോദിച്ചു അതിന് ജോയിൻ ചെയ്യുന്നുണ്ട് അതിന് വൈറ്റ് ടീം ജോയിൻ ചെയ്യാൻ പോണുമ്മ കാരണം ബ്ലൂ ടീം തോട്ട് ഒന്നും വരുന്നില്ല വാ അടൊക്കെ കഴിഞ്ഞിട്ട് എസ്കലേറ്റർ ഒക്കെ ഇറങ്ങിയിട്ട് ഇപ്പൊ വണ്ടിയിലെത്തി അവിടെ ഓർമ്മ ഇപ്പൊ എത്തിയിട്ടില്ല. ഞങ്ങളിത് വണ്ടിയിൽ കയറുള്ളത് നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ പോണ സമയത്ത് നല്ല തിരക്കാണ്. വരണ സമയത്ത് നമുക്ക് കുറച്ച് സൗകര്യത്തിലൂടെ പാർക്കിംഗ് കിട്ടി. പോകുന്ന സമയത്ത് എല്ലാവരും വെടിക്കെട്ട കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോകുന്ന ആ ഒരു ടൈമാണ്. കാരണം ഭയങ്കര ബിസിയാണ്. ഇതിനായിട്ട് നമ്മൾ ഏതൊരു ഹോട്ടലിലും ഫുഡ് കഴിക്കും. ഏത് ഹോട്ടലാണ് നമുക്ക് ഇപ്പോൾ ഡിസൈഡ് ആക്കിയിട്ടില്ല. അവിടെ ഓർമ്മ കണ്ടിട്ട് നമ്മൾ ഡിസൈഡ് ആക്കും. ലോങ് ജേണി എന്ന് പറഞ്ഞാൽ ലോങ് ജേണി. അവിടുന്ന് ഇറങ്ങിയിട്ട് അണ്ടർഗ്രൗണ്ടിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. കാരണം ഭയങ്കര ട്രാഫിക്കായിരുന്നു. അതിനുശേഷം അവിടുന്ന് വന്നതും പുറത്തിറങ്ങിയിട്ടൊക്കെ ഭയങ്കര തിരക്ക്. കാരണം എല്ലാവരും അവിടുന്ന് പുറത്ത് വരുന്നവരായിരുന്നു. ഭയങ്കര തിരക്ക്. ലാസ്റ്റ് നമ്മൾ വന്നു ഇതാ 1 മണിക്കൂറോളം ടൈം എടുത്താ. എത്ര ടൈം എടുത്തിട്ടുണ്ടാവും? അത് ഭയങ്കര ഓവറായി പോയി. അത്രയധികം സമയം. അതെ, അങ്ങനെ ഉണ്ടായി. ഓക്കെ, നമ്മളിപ്പോൾ ലാസ്റ്റ് മത്താർ ഗദീമിലെത്തി. KFC കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പരിപാടിയിലാണ്. അമ്മു പിന്നെ ഹാനി ബേബിയൊക്കെ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം. ഓക്കെ, ചെയർ പിടിച്ചു. ഇത്രയും തിരക്കുള്ള സമയത്തൂടെ ചെയർ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, ടയർഡായി. ഫൈനലി എല്ലാവർക്കും ചെയർ കിട്ടി. ഓക്കെ, അമ്മൂനും നൗറിക്കൊക്കെ ഇരിക്കാനുള്ള ചെയർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ഭയങ്കര സ്റ്റൈലായി. സാധിക്കണല്ലോ ഉറക്കം. പ്ലേറ്റ് ഇല്ല. KFC കഴിക്കാനുള്ള പരിപാടിയാണ്. ഇനി അടുത്ത ഷോട്ടിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ളത് കാണാം. ഇത് പറഞ്ഞ പോലെ ഇതാണ് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ. ബേബി ഓൾറെഡി ഉറക്കം ആയി.
അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാവരും ഇനി വീട്ടിൽ പോവാ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബേബിയൊക്കെ ഉറക്കായി. ഒരു പായ് പറയുന്നുണ്ട് ഇവിടുന്ന്. പായോ ശരി ഓക്കെ അപ്പോൾ ബായ്.